ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 30. തേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. വിവർത്തനം. ഹേ ഭാരത, ദേഹി അഥവാ ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം. ശ്രീ ഭഗവാൻ പരിണാമ അതീതനായ ആത്മാവിനെക്കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിനു ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയനെന്ന നിലയ്ക്ക് അർജുനൻ തന്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവര്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഭൗതിക ശരീരത്തിന് അതീതമായി ഒരു ആത്മാവുണ്ടെന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ആത്മാവ് എന്നൊന്ന് ഇല്ലെന്നോ രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രണ ഫലമായി ഭൗതിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണെന്നോ പറയുന്നതല്ല ശരി. ആത്മാവിന് ശാശ്വതത്വമുണ്ടെന്നിരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. ശ്ലോകം 31. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാദിയുക്ത്വാ ചേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. വിവർത്തനം. ക്ഷത്രിയനെന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ഭാവാർത്ഥം. സാമൂഹ്യ ഭരണ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ. ത്രായതെ, രക്ഷപ്പെടുത്തുക. ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത്. വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു. മരിച്ച വ്യാഘ്രത്തിന്റെ ശവം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തിപ്പോന്നു. മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. രാഷ്ട്രീയത്തിൽ അഹിംസ ഒരു തന്ത്രമായേക്കാം. എന്നാൽ ഇതൊരിക്കലും തത്വാധിഷ്ഠിതമല്ല തന്നെ. മതാനുശാസനങ്ങളിൽ ഇപ്രകാരം കാണുന്നു: ആഹവേശോ മിഥോന്യോന്യം ജിഖാംസന്തോ മഹീക്ഷിതഃ യുദ്ധമാനാ പരം ശക്ത്യാ സ്വർഗം യാന്ത്യ പരാമുഖാഃ യജ്ഞേഷു പശവോ ബ്രഹ്മൻ ഹന്യന്തേ സതതം ദ്വിജൈഃ സംസ്കൃതാഖില മന്ത്രൈശ്ച തേവി സ്വർഗമവാപ്നുവൻ. അസൂയാലുവായ രാജാവിനോട് മത്സരിച്ചു പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. യാഗാഗ്നിയിൽ മൃഗങ്ങളെ ബലി കഴിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണരും സ്വർഗം പോകുന്നു. മതതത്വങ്ങളനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ധാർമ്മിക ശാസനങ്ങൾ അനുസരിച്ചായതിനാൽ ഏവർക്കും ഇതുകൊണ്ട് നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം ബലിക്ക് വിധേയമാകുന്ന മൃഗം പരിണാമ പ്രക്രിയകളിലൂടെ സഞ്ചരിക്കാതെ മനുഷ്യജന്മം പെട്ടെന്ന് നേടുകയും യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട ക്ഷത്രിയനും ഹോമാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണനും സ്വർഗലോകം ലഭിക്കുകയും ചെയ്യുന്നു. സ്വധർമ്മം 2 വിധമുണ്ട്:
മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണങ്ങൾ അനുസരിച്ച് ഓരോ ശരീരത്തിനും നിറവേറ്റേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. എന്നാലേ മുക്തി ലഭിക്കൂ. ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായി തീരുന്നു. ശാരീരിക ബോധത്തോടെയുള്ളതല്ല, ശരീരബോധത്തോടു കൂടിയ ജീവിതത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും അവരുടേതായ കർത്തവ്യങ്ങളുണ്ട്. ഇവയെ ഒഴിവാക്കാൻ സാധ്യമല്ല. സ്വധർമ്മം എന്നത് ഈശ്വര കൽപ്പിതമാണ്. 4-ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. ശാരീരിക തലത്തിൽ സ്വധർമ്മത്തെ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നു. ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. വർണ്ണാശ്രമധർമ്മം അഥവാ ശരീരപ്രകൃതികൾക്കനുസൃതമായ നിയതകർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നിന്നാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. ഏതു പ്രവർത്തന മേഖലയിലായാലും ശരി, ഉന്നത പ്രാമാണികരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുക എന്നത് ജീവിതത്തെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.